മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം. അദ്ദേഹം ജനാധിപത്യത്തോട് എന്ത് നിലപാടെടുക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന്, ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാം. അതായത് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളൊക്കെ വെച്ചുണ്ടാക്കി ഉണ്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എച്ചില് അങ്ങോട്ട് തരും, അന്നേരം കഴിച്ചാൽ മതി. ഇതാണ് സാധാരണ ഭാഷയിൽ അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പത്രസമ്മേളനം. അവര് ചോദിച്ചു, ഒരു സുരക്ഷാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുണ്ടാക്കിയ ഒരു വാക്കാണ്, അതിൽ നടപടിയെടുക്കും, എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല, റിപ്പോർട്ട് കിട്ടിയിട്ട് നടപടി എടുക്കുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് ഞങ്ങൾ ആദ്യം തീരുമാനിക്കും, പത്രക്കാരെ വിളിച്ച് കാര്യം പറയും, പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു മാധ്യമം ഈ മുഖ്യമന്ത്രി ഇത്ര ധാർഷ്ട്യത്തോടു കൂടി സംസാരിക്കുന്നു, പിന്നെ പല ചോദ്യങ്ങളും അദ്ദേഹത്തോട് ചോദിക്കും, അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു. വളരെ ഒരു പ്രതിപക്ഷ ബഹുമാനം പോയിട്ട് അപ്പുറത്തിരിക്കുന്നവരും മനുഷ്യരാണ്, പത്രപ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അവരും ഈ രാജ്യത്തെ ഭരണഘടന ഉറപ്പ് നൽകുന്ന അന്തസ്സോടുകൂടി ജീവിക്കാൻ അധികാരമുള്ള മനുഷ്യരാണ്. അവരൊരു പക്ഷെ അവരുടെ തൊഴിലിന്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ് മാധ്യമ പ്രവർത്തനം. ആ മാധ്യമ പ്രവർത്തനം കേവലം തൊഴിൽ മാത്രമല്ലല്ലോ. ഇപ്പൊ ഞങ്ങൾ തീരുമാനിക്കും, ആ തീരുമാനം നിങ്ങളെ അറിയിക്കും, പറഞ്ഞാൽ മതി, ഇപ്പൊ ഒന്നും തിരിച്ചു ചോദിക്കണ്ട എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ മാധ്യമങ്ങൾ. 4ാം തൂണ് എന്നാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹം അഡ്വക്കേറ്റ് ആണ് എന്ന് നമുക്കറിയാലോ. അപ്പോ ഈ നിയമത്തിൽ പരിജ്ഞാനമുള്ള ഒരു മുഖ്യമന്ത്രി ജനാധിപത്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിന്റെ 4ാം തൂണാണ്. ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കുകയും ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുകയും ജനങ്ങളുടെ കാര്യങ്ങൾ ഗവൺമെന്റിനെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. ഈ ഇങ്ങനെ നിലനിൽക്കുന്ന മാധ്യമ പ്രവർത്തകരോട് വലിയ അവജ്ഞയോടുകൂടി, പരിഹാസത്തോടുകൂടി, പുച്ഛത്തോടുകൂടി ഉള്ള സമീപനം. ഏറ്റവും ഉദാഹരണം, ഞാനിപ്പോ ഇന്നലെ അത് ഇരുന്ന് കാണുകയായിരുന്നു. ചോദിക്കുന്നവരോടൊക്കെ കയർത്ത് സംസാരിക്കുക. അതായത് ഇദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത ചോദ്യം ചോദിച്ചാൽ അത് ഇന്ന ആളെന്നൊന്നുമില്ല, അവരോട് തട്ടിക്കയറുക. പിന്നെ വലതുപക്ഷ മാധ്യമങ്ങൾ അവര് ഇദ്ദേഹത്തെ സുഖിപ്പിച്ചാണല്ലോ ചോദിക്കുകയുള്ളൂ. അപ്പൊ എന്ത് ചോദ്യം ചോദിച്ചാൽ, ഇപ്പോ ഏറ്റവും അവസാനം ഒരു ചോദ്യം ചോദിച്ചത് അദാനിയുമായി ഉള്ള ഡീല്, വിഴിഞ്ഞം വിഷയം. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത നിമിഷം മുതൽ, എനിക്ക് തോന്നുന്നു അതിന്റെ തൊട്ട് തലേ ദിവസം തുടങ്ങി, ഇദ്ദേഹം പ്രത്യേക ചാർട്ട് ചെയ്ത വിമാനത്തിൽ മംഗലാപുരം പോകുന്നു. അവിടെ അദാനിയുമായി ബന്ധപ്പെട്ട വ്യക്തിയുമായി ഫോട്ടോ എടുത്ത് നമ്മളൊക്കെ കണ്ടു. അപ്പൊ അന്നു മുതൽ മാധ്യമങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് അദാനിയുമായിട്ടുള്ള ബന്ധം. അതിനുശേഷമാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പ്രധാനപ്പെട്ട 3 വകുപ്പുകൾ, ധനകാര്യം, നിയമം, തുറമുഖം, പ്രധാന വകുപ്പുകൾ എടുക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അദാനിയുടെ ഷെയറിൽ നിന്ന് 49% മറിച്ചു വിൽക്കുന്നു. അപ്പൊ ഈ ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുന്നത്, എനിക്ക് മൂകാംബി ദേവിയെ തൊഴാൻ പൊക്കൂടെ, എന്റെ വിശ്വാസത്തെ നിങ്ങൾ അംഗീകരിക്കണ്ടേ. അപ്പൊ ചോദിക്കുന്ന ചോദ്യത്തെ വളരെ തന്ത്രപൂർവം, ഒരു ശൃഗാല തന്ത്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒരു കുറുക്കന്റെ തന്ത്രം, ആ തന്ത്രം ഉപയോഗിച്ച് അതിനെ ഡൈവേർട്ട് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായി വളരെ നിഷ്പക്ഷമായി, നിർവ്യാജമായി മാധ്യമത്തെ നിരീക്ഷിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ച് അദ്ദേഹം ചോദിച്ചത് വളരെ നിഷ്കളങ്കമല്ലേ, ശരിയല്ലേ? അദ്ദേഹത്തിന് മൂകാംബി ദേവിയെ തൊഴാൻ പോകാനുള്ള അവകാശം ഇന്ത്യയിലില്ലേ? യഥാർത്ഥത്തിൽ അതാണോ ചോദിക്കുന്നത്? അതല്ല ചോദിച്ചത്. ഏത് ദൈവത്തിൽ വിശ്വസിക്കണം, ഏത് ആരാധനാലയത്തിൽ പോകണം എന്നുള്ളത് ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു അവകാശമാണ്. മറിച്ച് ഒരു വ്യക്തിപരമായി, ഇപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ 95 മുതൽ 96 മുതൽ അവിടെ പോവുകയാണ്. ഒരുപക്ഷെ 96-ൽ അദ്ദേഹം ഇങ്ങനെ പോയിട്ടുണ്ട്, ആര് പോയിട്ടുണ്ട്, ഇദ്ദേഹം എവിടെ പോയി, ആരുടെ കൂടെ പോയി എന്നൊന്നും ഒരാളും ചർച്ച ചെയ്യുന്നില്ല. കാരണം അദ്ദേഹം അങ്ങനെ അധികാരത്തിലൊന്നും ഇല്ലാത്ത ഒരു പൊതുപ്രവർത്തനായിരിക്കാം ആ സമയത്ത്. അത്ര ഉത്തരവാദിത്വം, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അത്രേ ഇദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. മറിച്ച് MLA ആയി നിൽക്കുന്ന സമയത്തും അദ്ദേഹം പോയിട്ടുണ്ട്, അപ്പോഴും ആരും ചോദിച്ചിട്ടില്ല. പക്ഷെ അന്നേരം ഒരു പക്ഷെ ചാർട്ട് ചെയ്ത വിമാനം അദ്ദേഹത്തിന് കിട്ടിയിട്ട് കാണില്ല. കാരണം എന്താ, ഒരു സ്പെഷ്യൽ പ്രിവിലേജ് അദ്ദേഹത്തിന് ഇല്ല, പൊളിറ്റിക്കൽ പവർ ഇല്ല. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹത്തിന് പ്രത്യേകമായി ചാർട്ട് ചെയ്ത് വിമാനം കൊടുക്കാൻ ആരും മെനക്കെടില്ല. കാരണം ഇദ്ദേഹത്തിന് റിട്ടേൺ, ഒരു കാര്യം അങ്ങോട്ട് ചെയ്താൽ അതിന്റെ ഇരട്ടിയോ അതിലിരട്ടിയോ റിട്ടേൺ തിരിച്ചു കിട്ടും എന്ന ബോധ്യത്തിലാണല്ലോ വീണ്ടും ചെയ്യുള്ളൂ. അപ്പൊ അന്നേരം ഇദ്ദേഹത്തിന് ഇത് കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പൊ എന്താ സ്ഥിതി, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇദ്ദേഹം ആകും എന്ന് വലിയ തോതിൽ
വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇദ്ദേഹം അവിടെ പോകുന്നത്. മാത്രമല്ല അതിനുശേഷം ഇദ്ദേഹം മുഖ്യമന്ത്രിയാവുകയാണ്. മുഖ്യമന്ത്രിയായതിനു ശേഷം ഇദ്ദേഹം ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഈ സ്പെഷ്യൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് കൊടുത്ത ആ ആരാണോ അദാനിയോ അല്ലെങ്കിൽ അവരുടെ കൂട്ടാളികളോ അവര് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വകുപ്പും ഇദ്ദേഹം എടുക്കുകയാണ്. ഉടനെ തന്നെ അതിന്റെ ഓഹരികൾ വിൽക്കപ്പെടുന്നു. അപ്പോഴാണ് ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾ ആ ചോദ്യത്തിന് മറ്റൊരു തന്ത്രം ഉപയോഗിച്ച് മുങ്ങിക്കളയാം എന്ന് ഇദ്ദേഹം വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അത്ര പെട്ടെന്ന് മായ്ച്ചു കളയാൻ പറ്റുന്ന ഒരു ചോദ്യമല്ല. അത് ഈ അടുത്ത 5 വർഷവും അത് കഴിഞ്ഞും ഇദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വരും. നിങ്ങൾ എന്തിനു പോയി? നിങ്ങൾക്ക് മൂകാംബി ദേവിയെയോ ഗുരുവായൂരപ്പനെയോ ഒക്കെ ദർശിക്കാനും ഒക്കെ പോകാനുള്ള അവകാശമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നിങ്ങളൊരു പൊളിറ്റിക്കൽ മൊറാലിറ്റി കാണിക്കണം, പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി കാണിക്കണം, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കണം. കാരണം നിങ്ങൾ ഇപ്പോ അനുഭവിക്കുന്ന ഒരു അധികാരം ഉണ്ടല്ലോ, ഇപ്പോ മുഖ്യമന്ത്രി എന്നുള്ളതിലേക്ക് ഒരു പ്രത്യേക അധികാരം, കേരളത്തിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തി. ആ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ അടിമുടി ഈ സമൂഹത്തിന്റെ സംഭാവനയാണ് അല്ലേ? ഇപ്പൊ ഞാൻ എന്റെ ജോലി എടുത്തിട്ട് ഞാൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ചിലപ്പോ ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ചില ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയേണ്ടി വരും. കാരണം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പക്ഷെ അതിനേക്കാളേറെ റെസ്പോൺസിബിൾ ആണ് ആര്? പബ്ലിക് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അവരുടെ എയിം എന്ന് പറഞ്ഞാൽ പബ്ലിക് ഗുഡാണ്, പൊതുനന്മയാണ്. പൊതുനന്മ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നമ്മളൊക്കെ അങ്ങനെയാണ് കണ്ട് കേട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ നിങ്ങൾ ആരാണ് ചോദിക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരിക്കുന്നത്, ആ ഇരിക്കുന്നത് ഈ ജനങ്ങളുടെ തലയിലാണ് അല്ലെങ്കിൽ ഷോൾഡറിലാണ്. അവരെടുത്തു വെച്ചതാണ്. മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളത് ഈ ജനങ്ങൾ തോളേറ്റിയതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇരിക്കുന്നതാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ പവറും, നിങ്ങൾ വാങ്ങുന്ന റെമ്യൂണറേഷൻ, നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ പ്രിവിലേജും, ആ പ്രിവിലേജും ഒക്കെ എങ്ങനെയാണ്? ജനങ്ങളോട് കടപ്പാടുണ്ട്. ആ കടപ്പാടിന്റെ പുറത്താണ് നിങ്ങൾ ആൻസറബിൾ ആണ്. ഈ ജനങ്ങളോട് നിങ്ങൾ ആൻസറബിൾ ആണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നിങ്ങൾ ജനങ്ങൾക്ക് മറുപടി കൊടുക്കണം. ആ മറുപടി കേരളത്തിൽ ഇപ്പൊ 3.25 കോടി അല്ലെങ്കിൽ 3.5 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് വന്ന് ചോദിക്കാൻ കഴിയില്ലല്ലോ. അതിനാണ് മാധ്യമങ്ങൾ. അതിന് കൃത്യമായ മറുപടി പറയാത്തത് എന്തേ? ഇതിനു മുൻപുള്ള മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ഓരോ കാര്യം ചോദിച്ചാൽ ഇപ്പോ ഒരു 2 ആഴ്ച മുൻപാണ് എം സ്വരാജ് മാധ്യമവുമായി സംവദിക്കുന്ന സമയത്ത് ഒരു ലേഡി മാധ്യമ പ്രവർത്തക ഏഷ്യാനെറ്റിന്റെ കുത്തി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മറുപടി പറയും, അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കും, വീണ്ടും മറുപടി പറയും. അവർക്കും മറുപടി കിട്ടിയിട്ട് തൃപ്തിയല്ല. ഞാൻ പറയുന്ന ഒരു ചോദ്യത്തിന് തിരിച്ചൊരു മറുപടി, ആ മറുപടിക്ക് ഒരു യുക്തി ഉണ്ടാവണം, അതിനൊരു രാഷ്ട്രീയം ഉണ്ടാവണം അല്ലേ? ഇത് ഒരു യുക്തിയുമില്ല, ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വവും ഇല്ലാതെ കുറെ കാര്യങ്ങൾ വായിൽ തോന്നിയത് വിളിച്ചു പറയുക എന്നുള്ളതാണ് ഒരു തന്ത്രം. അപ്പോ അതെത്ര കാലം ഇദ്ദേഹത്തിനെ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയും?